ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എൻ്റെ ഒരു ബിസി ഡേ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി നേരത്തെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ റൂം ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കും. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യും. അത് സ്റ്റാർട്ട് ചെയ്താൽ അടുത്ത ഭാഗത്തേക്ക് പോകും. അങ്ങനെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എനിക്ക് ക്ലീനിങ്ങിനെ ആയിരിക്കും പരിപാടി. ചിലപ്പോൾ ഫുഡ് പോലും ഞാൻ കഴിക്കില്ല. എൻ്റെ അന്നത്തെ ലിസ്റ്റിൽ കിച്ചണിലെ ഷെൽഫ് ക്ലീനിങ് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ റൂമിലെ ടേബിൾ ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. അതിൽ ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് ഞാൻ കുറേ സാധനങ്ങൾ നേരത്തെ വെച്ചിട്ടുണ്ട്. അതെന്തായാലും ഞാൻ ആ പരിപാടി കഴിഞ്ഞാൽ എടുത്തു വയ്ക്കും. കുറേ ദിവസമായിട്ട് ഞാൻ സ്കിൻ കെയറും ഹെയർ കെയർ ഒന്നും ചെയ്യാറില്ല കേട്ടോ. അതായത് ഓരോ ദിവസം ഇടവിട്ട് ഞാൻ ഫേസിൽ സിറം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ സാലിസൈക്ലിക് ആസിഡിൻ്റെ അതുപോലെ തന്നെ റെറ്റിനോളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഈ ഹോം റെമഡീസ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫേസിലും ഹെയറിലൊക്കെ ചെയ്യുന്നതാണ്. തലമുടിയിൽ ഞാനിന്ന് നല്ല കാച്ച എണ്ണയാണ് തേക്കുന്നത്. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ചെറുപയർ, ഉലുവ ഇത് രണ്ടും വെള്ളത്തിലിട്ട് വെച്ചതും ചെമ്പരത്തിയിലും നീലമരിയിലയും കൂടി മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചു. അതിൻ്റെ കൂടെ തൈരും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കാണ് തലയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഫേസിലിടാൻ തൈരും അതുപോലെ എൻ്റെ കസിൻ തന്നൊരു പൗഡറുണ്ട് ഫേസ് പാക്കിൻ്റെ. അത് ആയുർവേദിക് പൗഡറാണ്. അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ കുളിക്കണം. പക്ഷേ ഇന്ന് ഞാൻ കുറച്ചധികം ടൈം എടുത്തു കേട്ടോ. ഒരു 1 ഹവറോളം എടുത്തു. അത് മറ്റൊന്നുമല്ല, മുറ്റത്ത് കുറച്ച് പുല്ലൊക്കെ പറിക്കാനുണ്ടായിരുന്നു. പിന്നെ മുറ്റടിച്ച് വരാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴക്കാലമല്ലേ, അപ്പോൾ മുറ്റടിയൊക്കെ ഒരു കഥയാണ്. അങ്ങനെ വിശാലമായിട്ടുള്ള കുളി അലക്കലൊക്കെ കഴിഞ്ഞു. മഴ ആയതുകൊണ്ട് തന്നെ 3-4 ദിവസത്തെ ഡ്രസ്സ് ഒരുമിച്ച് കേട്ടോ ഞാൻ വാഷ് ചെയ്യാറ്. ഏകദേശം ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റിയിട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ മുടി കണ്ടില്ലേ, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഉലോണ്ടാന്ന് തോന്നുന്നു. എന്തായാലും നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.